Hi friends, in this video, we will talk about Realme Narzo 10A gaming review. 9,000 രൂപ ബഡ്ജറ്റിനാണ് Realme Narzo 10A ഇറങ്ങിയിരിക്കുന്നത്. 9,000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് 3GB, 4GB RAM വേരിയൻസ് നമുക്ക് Realme Narzo 10A അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും 10,000-ന് താഴെ അത്ര നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഡിവൈസുകളൊന്നും നമുക്ക് മാർക്കറ്റിൽ ലഭിക്കില്ല. പൊതുവെ അത്ര നല്ല റിസൾട്ടുള്ള ഫോണുകളൊന്നും നമ്മൾ കാണാറില്ല. അപ്പോൾ നമ്മൾ Realme Narzo 10A എത്രത്തോളം ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ 16ാമത്തെ ഗിവ് അവേയുടെ 3ാമത്തെ എൻട്രിക്കുള്ള സീക്രട്ട് കോഡ് 12 ഡിജിറ്റ് സീക്രട്ട് കോഡും ഈ വീഡിയോടൊപ്പം നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ ആ സീക്രട്ട് കോഡ് നിങ്ങൾക്ക് ലഭിക്കും. 1ാമത്തെ സീക്രട്ട് കോഡും 2ാമത്തെ സീക്രട്ട് കോഡും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലിട്ട വീഡിയോടൊപ്പം നമ്മൾ റിവീൽ ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ 3ാമത്തെ സീക്രട്ട് കോഡാണ് റിവീൽ ചെയ്യുന്നത്. ഈ 3 സീക്രട്ട് കോഡ് നിങ്ങൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താഴെയുള്ള ക്വസ്റ്റിന് ആൻസർ ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ എൻട്രീസ് രേഖപ്പെടുത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഗെയിമിംഗ് റിവ്യൂവിൽ അങ്ങനെ കളിച്ചു നോക്കാൻ പോകുന്നത് PUBG ആണ്. അതിനുശേഷം നമ്മൾ Pess, Asphalt 9, Call of Duty, Freefire എന്ന ഗെയിമുകളൊക്കെ നമ്മൾ കളിച്ചു നോക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗെയിമിങ്ങിലേക്ക് പോകാം. ഗെയിം കളിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ബാറ്ററി ലെവൽ 80%, ടെമ്പറേച്ചർ 28 ഡിഗ്രി. നമുക്ക് PUBG Realme Narzo 10A ഡിഫോൾട്ട് സെറ്റിങ്സ് വരുന്നത് HD ഗ്രാഫിക്സ്, ഹൈ ഫ്രെയിം റേറ്റ് ആണ്. തീർച്ചയായിട്ടും ഇത്ര ഒരു ഗെയിം സെറ്റിങ്സിൽ കളിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഗെയിമിംഗ് ഇഷ്യൂസ് എന്തായാലും ഉണ്ടാവും. കാരണം ഇത്രയും കുറഞ്ഞൊരു പ്രോസസ്സറിൽ Helio G70 പ്രോസസ്സർ നമുക്ക് 10,000 രൂപ ബഡ്ജറ്റിന് താഴെ കിട്ടുന്നൊരു ഡിവൈസാണ്. അപ്പം തീർച്ചയായിട്ടും ഇത്രയും ഹൈ സെറ്റിങ്സിൽ നമ്മളിട്ട് കളിക്കുകയാണെങ്കിൽ എന്തായാലും നമുക്ക് ഗെയിമിങ്ങിലെ ഇഷ്യൂസ് കാണാനായിട്ട് സാധിക്കും. Realme Narzo 10 Helio G70 പ്രോസസ്സർ, 5000 mAh ബാറ്ററി, അതുപോലെ തന്നെ നമുക്ക് ഡിസ്പ്ലേ സൈസ് ആണെങ്കിലും പോസിറ്റീവായിട്ടുള്ളൊരു ഫാക്ടറാണ്. 6.52 ഇഞ്ചിൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡിസ്പ്ലേ ആണ്. 5000 mAh ബാറ്ററി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബാറ്ററി ബാക്കപ്പും നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഒരു ഡ്രോബാക്ക് നമുക്ക് ടൈപ്പ് സി ചാർജിങ് Realme Narzo 10 ലഭിക്കില്ല. നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സും ഒക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഡിഫോൾട്ട് സെറ്റിങ്സ് നോക്കിയതാണ്. HD ഗ്രാഫിക്സും ഹൈ ഫ്രെയിം റേറ്റിലും നമ്മൾ കളിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കുറഞ്ഞൊരു പ്രോസസ്സിൽ എന്തായാലും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടില്ല. നമ്മളൊരു സ്മൂത്ത് ഗ്രാഫിക്സ്, മീഡിയം ഫ്രെയിം റേറ്റിൽ നമ്മളിട്ട് കളിക്കുകയാണെങ്കിൽ കുറച്ചും കൂടിയും നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തീർച്ചയായിട്ടും Realme Narzo 10 ലഭിക്കും. എന്തായാലും നമ്മളൊരു 9,000 രൂപ ബഡ്ജറ്റിൽ നമ്മളൊരു ഡിവൈസ് എടുക്കുമ്പോൾ നമുക്കൊരു 15,000 രൂപ ബഡ്ജറ്റിൻ്റെ ഡിവൈസിൻ്റെ ഒരു ഗുണം നമുക്ക് ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്തായാലും നമുക്ക് കിട്ടില്ല. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ ആദ്യ 4 ഡിജിറ്റ് ടെക് എന്നാണ്, TECH. അപ്പോൾ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരു 9,000 രൂപ ബഡ്ജറ്റിൽ ഇത്രയും റിസൾട്ട് തന്നെയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു റിസൾട്ട് തന്നെയാണ് Realme Narzo 10 നമ്മൾ PUBG കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓഡിയോ ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും അങ്ങനത്തെ ഇഷ്യൂസൊന്നും നമുക്ക് Realme Narzo 10 ഗെയിം കളിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല. അവിടെയൊന്നും ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ പോകുന്നില്ല. നമ്മളിപ്പോൾ ഏകദേശം 26 മിനിറ്റാണ് ഗെയിം കളിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ബാറ്ററി ലെവൽ 73% ആണ്. അത് ഏകദേശം 26 മിനിറ്റ് 30 മിനിറ്റ് നമ്മൾ ഗെയിം കളിക്കുകയാണെങ്കിൽ 7% ബാറ്ററി കൺസംഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ 41 ഡിഗ്രിയാണ്. സ്ഥിരമായി നമ്മൾ ഈ ഒരു 41 ഡിഗ്രി അല്ലെങ്കിൽ ഒരു 40 ഡിഗ്രി ടെമ്പറേച്ചർ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കാണാറുള്ളതാണ്. പ്രത്യേകിച്ച് ഗെയിം കളിക്കുന്ന സമയത്ത്. നോർമൽ ടൈമിലൊക്കെ 29 ഡിഗ്രി എൻവയോൺമെൻറ്റ് കണ്ടീഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 28-നും 30-നും ഇടയിലൊക്കെയാണ് നമുക്ക് ഹീറ്റിംഗ് കാണാറുള്ളത് നോർമൽ യൂസിൻ്റെ സമയത്ത്. പക്ഷെ നമ്മൾ ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു 40-41 നമ്മൾ കാണാറുണ്ട്. തുടർന്നുള്ള നമ്മുടെ ഗെയിമിങ്ങിലും ആ ഒരു ഹീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇനി നമ്മൾ കളിച്ചു നോക്കാൻ പോകുന്നത് Pess 2020 ആണ്. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ സെക്കൻഡ് 4 ഡിജിറ്റ്സ് 1010.
S2020 നമുക്ക് യാതൊരു ഇഷ്യൂ ഇല്ലാതെ തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുവിധം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് Realme Narzo 10A കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കളിച്ച് നോക്കാൻ പോകുന്നത് റേസിംഗ് ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. Asphalt 9 ആണ് നമ്മൾ Realme Narzo 10 കളിച്ച് നോക്കാൻ പോകുന്ന റേസിംഗ് ഗെയിം. Asphalt 9 നല്ലൊരു ഗ്രാഫിക്സ് ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് Realme Narzo 10 കളിക്കാൻ പറ്റുന്നുണ്ട്. Asphalt 9 ഒക്കെ കളിക്കുന്നവരാണെങ്കിൽ, അതാണ് സ്ഥിരം കളിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യാതൊരുവിധ ഇഷ്യൂസും നമുക്ക് Realme Narzo 10 കാണാനായിട്ട് സാധിക്കുന്നില്ല. Call of Duty എന്ന ഗെയിം Realme Narzo 10 നമുക്കൊന്ന് കളിച്ച് നോക്കാം. ചെറിയ രീതിയിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കളയുന്ന രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് നമുക്ക് ഗെയിം കളിക്കുന്നതിനിടയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ മേജർ ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബഡ്ജറ്റിൽ, ഈ ഒരു 9,000 രൂപ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അത് നമ്മൾ ഇത്രയും തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊരു വലിയൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഗിവ് അവേയിൽ പങ്കെടുക്കാനുള്ള സീക്രട്ട് കോഡിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ്സ് 3251. നമ്മൾ അവസാനമായിട്ട് ഫ്രീ ഫയർ എന്ന ഗെയിം കൂടി Realme Narzo 10 കളിച്ചിട്ട് നമ്മൾ ഈ ഗെയിമിംഗ് റിവ്യൂ നിർത്താനായിട്ട് പോവാണ്. ഫ്രീ ഫയർ യാതൊരുവിധ പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്, അത് നമുക്ക് പറയാതെ പറ്റില്ല. തീർച്ചയായിട്ടും ചെറിയ രീതിയിലുള്ള ഫ്രെയിം ഡ്രോപ്സ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇപ്പോൾ ഓവർ എക്സ്പെക്റ്റഡ് ആയിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവേണ്ടതാണ്. കാരണം ഇപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്ക് റിയൽമിയുടെ തന്നെ Realme 5i, Realme 5s, Oppo A12, Samsung M01 എന്ന ഡിവൈസുകളൊക്കെയാണുള്ളത് ഈ ഒരു 9,000 രൂപ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ തീർച്ചയായും ഇത് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് Realme Narzo 10 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ബാറ്ററി ലെവൽ 68% ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5% ചാർജും കൂടി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളാണ് പിന്നെ നമ്മൾ ഗെയിം കളിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ ടെമ്പറേച്ചർ 38 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു 38, 41, 42 ഡിഗ്രിയൊക്കെ മാക്സിമം ഫോൺ ഹീറ്റ് ആവുന്നുണ്ട് ഗെയിം കളിക്കുന്ന സമയത്ത്. നമ്മുടെ ചാനലിൽ റിയൽമി സ്മാർട്ട് വാച്ചിൻ്റെ ഗിവ് അവേയും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ് അവേയിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.